ബീജങ്ങൾ എൻ്റെ ചെവി വന്ന് ചോദിച്ചു, ഞാനൊന്ന് ഡാൻസ് ചെയ്താൽ എന്നെ മുടക്കുമെന്ന് ചോദിച്ചു. ഒന്ന് ഡാൻസ് കളിച്ചാൽ മുടക്കുന്ന കൾച്ചറാണ് കേരളത്തിനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പാസ്റ്റർ PG വർഗീസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതെ, ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കേട്ടു വളരുന്ന രണ്ട് പേരുകളാണ് ഡോക്ടർ KP യോഹന്നാൻ, പാസ്റ്റർ PG വർഗീസ്. ഞങ്ങൾ ഇപ്പോഴാണ് വലിയ പെന്തക്കോസുകാരായത്. ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറിയ പെന്തക്കോസുകാരായിരുന്നു. അന്നൊക്കെ ഇങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി ഹരമായിരുന്നു. വേർകൃത്യമില്ലാതെ, സഭ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ ഞങ്ങളന്ന് കേൾക്കുമായിരുന്നു. കാരണം വചനത്തോട് ഞങ്ങൾക്ക് അത്രയ്ക്ക് കൊതിയായിരുന്നു. എന്നാൽ ഇപ്പോഴും പാസ്റ്റർ PG വർഗീസ് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു ചിന്ത, നൃത്തം ചെയ്ത് അല്ലെങ്കിൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനായിട്ടാണ് പാസ്റ്റർ PG വർഗീസിനെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്. വയസ്സിപ്പോൾ 84 ഇപ്പോഴും തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് പുച്ഛം തോന്നാറില്ല. കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് വിരിച്ചിട്ടിരിക്കുന്ന പായിൽ നിരനിരയായി വന്നിരുന്ന് ഒന്നുകിൽ ചമണപ്പൂട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ കാല് മടക്കിയിരിക്കുക, മുട്ടയിൽ നിൽക്കുക, ഇങ്ങനെ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് കേരളത്തിൻ്റെ കൾച്ചർ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ മറ്റ് സഭകളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, മറ്റുള്ള ദേശത്ത് പോകുമ്പോൾ കേരളം വിട്ട് എവിടെ പുറത്തു പോയാലും ശരി, അവിടെ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുന്ന ആരാധനയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പക്ഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, എങ്ങനെ ആരാധിച്ചാലും ദൈവത്തിന് യാതൊരു എതിർപ്പുമില്ല. ദൈവവചനത്തിൽ നിന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചാൽ അത് പരിജ്ഞാനക്കേടെന്ന് പറയുന്ന അനേകരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ മീഖളിൻ്റെ ഒരു പരമ്പരയിൽ പെടുമോ എന്ന് ഞങ്ങൾ ചിന്തിക്കാതെ ഇരുന്നിട്ടില്ല. കാരണം മീഖളും അങ്ങനെയാണ് ദാവീദിനെ നോക്കി പറഞ്ഞ്. ദാവീദ് എന്ന വ്യക്തി അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരാലും സഹായമില്ലാതെ കാട്ടിൽ കിടന്ന് വളർന്ന ദാവീദ് തൻ്റെ നിലയൊക്കെ മാറി ഒരു രാജകീയ കൊട്ടാരത്തിലേക്ക് രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്തു വലിയൊരു പദവിയിലെത്തിയപ്പോൾ തന്നെ കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ച് താൻ പറയുന്നത്, യഹോവയായ ദൈവം എൻ്റെ രക്ഷ, എൻ്റെ പാറ, എൻ്റെ ജ്ഞാനം, എൻ്റെ ബലം, എൻ്റെ സംഗീതം, എൻ്റെ കോട്ടയെന്ന് പറഞ്ഞു തനിക്ക് ലഭിച്ച പദവിയൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി വെച്ചിട്ട് അർഹതയില്ലാത്ത പെട്ടകം തിരിച്ചു കിട്ടിയപ്പോൾ ഉള്ള സന്തോഷത്തിലാണ് ദാവീദ് ആരാധിക്കുന്നത്. എന്നാൽ പട്ടുമത്തയിൽ കിടന്ന് വളർന്നു വന്ന മീഖലിന് ഇതൊക്കെ ഒരു പുച്ഛമായിരുന്നു. രണ്ടുപേർക്കും ലഭിച്ച അന്ത്യം നമുക്ക് നന്നായിട്ടറിയാം. മീഖൾ നിന്ദിക്കപ്പെട്ടു. എന്നാൽ ദാവീദോ തൻ്റെ സിംഹാസനത്തെ സ്ഥിരപ്പെടുത്തി. ദാവീദിൻ്റെ സന്തതിയായ ക്രിസ്തു എന്ന് പറയുമാറും ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതും നിശ്ചയമായിട്ടും തൻ്റെ ആരാധന നിമിത്തം തന്നെയായിരുന്നു. പാസ്റ്റർ PG വർഗീസിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് നടന്ന ഒരു കൺവെൻഷന് എന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടു പോയതാണ്. അങ്ങനെ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. എനിക്ക് മനസ്സിലായത് ആദ്യം മുതൽ അന്ത്യം വരെയും ജനത്തെ അല്ലെങ്കിൽ ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള നല്ലൊരു കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട്. അത് സ്വയം സ്വായത്തമാക്കിയതോ അല്ലെങ്കിൽ പ്രാസംഗികർക്ക് ഉള്ള കഴിവനുസരിച്ച് എവിടുന്നോ പ്രാപ്തമാക്കിയതോ അല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തികച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കലയാണ് മുമ്പിലിരിക്കുന്ന ജനത്തെ ആ പ്രസംഗം മൊത്തം ശ്രദ്ധിക്കുമാർ അവരെ പിടിച്ചിരുത്തുക എന്നുള്ളത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കലയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റുള്ള പ്രസംഗങ്ങളിലും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുന്നത്, PhD ലെവലിലൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേങ്കിൽ ഇവരുടെ പ്രസംഗങ്ങൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ജനം ഉറങ്ങുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ അവർ മൊബൈൽ തോണ്ടി അത് നോക്കിയിരിക്കുക, ശ്രദ്ധ മാറിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ കൾച്ചർ വെച്ച് ഇദ്ദേഹത്തെ നോക്കിയിട്ട് പറയും പരിജ്ഞാനമില്ലാത്ത മനുഷ്യൻ. എന്നാൽ വിദേശത്തുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ നോക്കിയിട്ട് പറയും വാവ്, an amazing man of God എന്ന് ഇദ്ദേഹത്തിൻ്റെ ചാട്ടവും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ കണ്ടിട്ട് മറ്റുള്ള ദേശക്കാർ അദ്ദേഹത്തെ അങ്ങനെ പറയുകയുള്ളൂ. ഞാനൊരിക്കൽ ഡാൻസ് ചെയ്തപ്പം ഒരു ബിഷപ്പ് പറഞ്ഞു, കണ്ടില്ലയോടാ നിന്നിട്ട് ഷാരൂഖ് ഖാൻ്റെ കൂട്ടല്ലയോ തുള്ളിച്ചാടുന്നതെന്ന്. ഷാരൂഖ് ഖാൻ ആരാണ്ട് 50 ലക്ഷം രൂപ കൊടുത്തതിന് 5 മിനിറ്റ് നേരത്തേക്ക് ഡാൻസ് ചെയ്തേ. അത് കഴിഞ്ഞ് വെച്ച് ചോദിച്ചാൽ ഡാൻസ് ചെയ്യത്തില്ല. ഞാൻ ഡാൻസ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി അവസാനത്തെ തുള്ളി ചോര വരെ കൊന്ന എൻ്റെ യേശുവിന് വേണ്ടിയാണ്. ഒരു വിഷയം കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഉള്ള നമ്മുടെ മനോഭാവം, ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പകയ്ക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നമ്മുടെ സംസാരം പുറത്തു വരികയുള്ളൂ. നമ്മുടെ കൾച്ചർ, നമ്മുടെ മനോഭാവം, നമ്മൾ മനസ്സിലാക്കിയ രീതികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വിദ്വേഷം, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കമൻറ്റുകൾ നമ്മൾ പറയാറുള്ളത്. വേടനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. വേടൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അനേകം
യുവത്വം നിറഞ്ഞ ജനത്തിൻ്റെ ഇടയിൽ ആ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ്, തൻ്റെ ചുറ്റുപാടുകൾ തനിക്ക് സമ്മാനിച്ച വേദനയിൽ നിന്ന് പാടി തകർത്ത് ജനത്തെ അല്ലെങ്കിൽ യുവത്വത്തെ, പ്രത്യേകിച്ചും യുവജനത്തെ ആകർഷിക്കാൻ അല്ലെങ്കിൽ പിടിച്ചിരുത്താൻ ആ വേടന് കഴിഞ്ഞുവെങ്കിൽ, നമുക്ക് വേണ്ടി രക്ഷ തന്ന, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി വെച്ച് യേശുവിനെ ഓർത്ത് നമുക്ക് എന്തുകൊണ്ട് തുള്ളിച്ചാടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. നിങ്ങൾക്ക് തിളയ്ക്കുന്ന രക്തം കാണണമെങ്കിൽ ശ്രീമാൻ വേടൻ്റെ മീറ്റിങ്ങിന് പോകണം. അവിടുത്തെ പിള്ളേർ ചാടുന്നത് കാണണം. നമ്മൾ ആ മനുഷ്യൻ, ഞാൻ ശ്രീമാൻ എന്നാണ് പറഞ്ഞത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് ചെറുപ്പക്കാർക്കൊന്ന് നൃത്തം ചെയ്യാമെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവനായ യേശുവിന് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് തുള്ളിച്ചാടിക്കൊള്ളുക? എല്ലാവർക്കും ദൈവസേനയിൽ തുള്ളിച്ചാടി ആരാധിക്കാൻ കഴിയുകയില്ല കേട്ടോ. സുവിശേഷങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഗർഭത്തിൽ പിള്ള തുള്ളി, ആനന്ദം കൊണ്ട് പിള്ള തുള്ളി എന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉയരത്തിൽ വരുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ, യേശു നമ്മളെ രക്ഷിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചന ശബ്ദം നമ്മുടെ ഉള്ളിൽ കേൾക്കുമ്പോൾ അറിയാതെ ഈ തുള്ളലൊക്കെ വന്നു പോകും, ഈ സന്തോഷം വന്നു പോകും. അനേകരും പലരും ദൈവത്തോടുള്ള സന്തോഷം വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. ചിലർ കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കും, ചിലർ മതി മറന്ന് ദൈവത്തെ ആരാധിക്കും, ചിലർ തങ്ങളുടെ കാലുകൾ വിട്ടുകൊടുത്ത്, ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കും. പക്ഷെങ്കിൽ അനങ്ങാതെയിരിക്കുന്ന, എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം പറഞ്ഞാലും ദൈവത്തിൽ യാതൊരു ചലനമില്ലാതെ പാറ പോലെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുന്നത്. അത് മറ്റൊരു അനുഭവമാണ്. എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയുകയില്ല. ഒരു സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദൈവത്തെ ആരാധിക്കുവാൻ പറയുമ്പോൾ യാതൊരു ശക്തിയുമില്ലാതെ, പണ്ട് പാസ്മ പ്രസംഗിക്കുന്നത് പോലെ, ചുണ്ണാമ്പ് വെറ്റിലെ തേക്കുന്നത് പോലെ കൈ ഒരുമാതിരി തളർത്തിയിട്ട് വായും പൂട്ടി വെച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കസേരയിൽ തന്നെ അലക്ഷ്യമായി ഇരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ദുഃഖം തോന്നാറുണ്ട്. ഒരുപക്ഷെ ദൈവസ്നേഹം ഉള്ളിലില്ലാത്തത് കൊണ്ടാകാം, ദൈവിക സന്തോഷം ഉള്ളിലില്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ദൈവശക്തിയെ പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ടാകാം അവർക്ക് ദൈവത്തിൽ കൈ തട്ടുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ വായി തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് കഴിയത്തില്ല എന്നുള്ളത് ഞങ്ങൾ നന്നായി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പം നോക്കിയാലും ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവശക്തി നന്നായി മനസ്സിലാക്കി ആ ദൈവിക സന്തോഷം നന്നായി ഉള്ളിൽ ചുമക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചുമ്മാതെ എന്തൊക്കെയെന്ന് വിളിച്ചു പറയുന്നവനല്ല. പണ്ട് മുതൽ തന്നെ യേശുവിൻ്റെ രക്ഷയെ പറഞ്ഞ് യേശുവിനെ നന്നായി പ്രാക്ടിക്കൽ ലൈഫിൽ നന്നായി മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തി അതുമാത്രമാണ് ജീവിതത്തിൽ വിളിച്ചു പറയുന്നത്. അങ്ങുമിങ്ങുമൊക്കെ ചില പാകപ്പിഴകൾ വന്നിട്ടുണ്ടാകാം, പക്ഷെങ്കിലും യേശുവിൻ്റെ സന്തോഷം നന്നായി പണ്ട് മുതൽ തന്നെ നന്നായി ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു മധ്യവയസ്കാകുമ്പോഴത്തേക്കും കാലും തളർന്ന് കയ്യും തട്ടാൻ വയ്യാതെ നടുവും ഒടിഞ്ഞ്, നടുവിന് വേദന, കാലിന് വേദന, കാലിന് മസിൽ പിടിക്കുന്നു, ആ പ്രശ്നം ഈ പ്രശ്നം, അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വെറുതെ വന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വിശാലതയോടെ ആരോഗ്യത്തോടെ ദൈവത്തെ തുള്ളിച്ചാടുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ ജിന്ദഗി ഏകി ഹേ, ആരാധിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ, അതിവിടെ ആരാധിക്കാം. അതെ, जिंदगी एक ही है, पूरे बल से चिल्ला चिल्लाकर यीशु की आराधना करो. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും